തകർന്നടിഞ്ഞ് ചെളിക്കുളമായി മാറിയ ഉപ്പള ലാൽബാഗ് കുരുടപ്പതവ് മാസ്കുമേരി റോഡിലൂടെയുള്ള യാത്ര അതീവ ദുർഘടവും ദുസ്സഹവുമായി. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള സർവീസ് പൂർണ്ണമായും നിർത്തലാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്വകാര്യ ബസ്സുകളും ഒപ്പം ഓട്ടോ ടാക്സികളും. This news sponsored by Britco and Britco, Nalapad UK Mall, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. ഉപ്പള കൈക്കമ്പ ജംഗ്ഷനിൽ നിന്നും ബായാറിലൂടെ കർണാടക ഭാഗത്തേക്ക് കടന്നുപോകുന്ന റോഡിന്റെ രണ്ടാം പകുതിയാണ് തകർച്ചയുടെ പാതിമതിയിൽ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 40 വർഷത്തോളമായി അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടത്താതിരുന്നതിന്റെ പരിണിത ഫലമാണിത്. ലാൽബാഗ്, ചിപ്പാർ, കുരുടപ്പതവ്, മാസ്കുമേരി, സിറന്തടുക്ക, സുങ്കതക്കട്ട എന്നിവിടങ്ങളിലെല്ലാമാണ് റോഡ് അങ്ങേയറ്റത്തെ ശോചനീയാവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. കുണ്ടും കുഴികളും ഇളകിയ കല്ലുകളും മാത്രം നിറഞ്ഞ റോഡിലൂടെ കാൽതട പോലും ദുർഘടമായി മാറിയിരിക്കുന്നു. ചാറ്റൽ മഴയിൽ പോലും റോഡ് ചെളിക്കുളമായി മാറുകയാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും നിവേദനങ്ങൾ നൽകിയിട്ടും അവഗണന തുടരുന്ന അധികാരികൾക്കെതിരെയുള്ള പ്രതിഷേധ ഭാഗമായി വലിയ കുഴികളിലെല്ലാം വാഴ നട്ട് സ്വയം രോഷമടക്കുകയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ. 9 കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡ് മൊത്തമായും തകർന്ന തരിപ്പണമായിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തോടെന്ന് മാത്രമേ ആർക്കും തോന്നുകയുള്ളൂ. കയറ്റവക്കങ്ങൾ കൂടുതലുള്ള റോഡായതിനാൽ ഒരു വശത്ത് വലിയ താഴ്വരയും മറുവശത്ത് വലിയ കുന്നുമാണ്. പലയിടങ്ങളിലും റോഡരിക് ഇടിഞ്ഞു താഴ്ന്നിട്ടുമുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിൽ സ്വതവേ തന്നെ വളരെയധികം സാഹസപ്പെട്ടാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത്. കൂനിൽമേൽ കുരുപോലെ റോഡും തകർന്നതോടെ ബസ്സുകളുടെയും ഓട്ടോ ടാക്സികളുടെയും എല്ലാം സഞ്ചാരം എല്ലാ തരത്തിലും ഭീഷണിയിലായി. ഇതുമൂലം ഇതുവഴിയുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്താനുള്ള ഒരുക്കത്തിലാണ് ഇവരെല്ലാം. വേഗം വിട്ടാൽ ഞാൻ ആർക്ക് എത്തുന്നേ ഇല്ല. ഇപ്പോൾ ഞാൻ 17 എത്താൻ ആർക്ക് എത്തുമ്പോൾ 20 ആണ്. അങ്ങനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ വരുന്ന മുന്നേ ഇട്ട പ്ലേറ്റാണ്. അത് രണ്ടാഴ്ച പ്ലേറ്റ് കട്ടാൻ. പ്ലേറ്റ് 1200 ഒരു പ്ലേറ്റ്. അതിൻ്റെ പിറ്റാക്കിയാൽ 800. 2000 രൂപയുടെ പോയി. ഇതിൽ കിട്ടുന്ന മുതലാളി കിട്ടുന്നത് ഈ റോട്ടിൽ പാനിച്ച് എല്ലാ ചിലവ് 200 500 രൂപ. അപ്പോൾ ഒരിന്നത്തെ മെയിൻ്റനൻസ് പൈസ ഞങ്ങൾ മുതലാളി കിട്ടുന്നു. അത് നഷ്ടത്തിൽ തന്നെ വായിക്കും. വണ്ടി നിർത്തിയാൽ ആൾക്കാർ ചൂടാകും. ആദ്യത്തെ സൈഡിലൊരു ബല്ല വെക്കും. ഈ ബല്ല കൊത്താനാണ് ഇത് മറ്റേ തൊഴിലുറപ്പ് പണിക്കാരുണ്ട്. ആ ബല്ല ഞങ്ങൾ കൊത്തിലെടുക്കാമല്ലോ. ബല്ല കൂടെ കൊത്തുന്നില്ല. പൈവിളിക ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കർണാടകയുടെ അതിർത്തി പ്രദേശങ്ങളായ ആനക്കൽ, ബോഡഗുഡെ എന്നിവിടങ്ങളിലേക്കെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരാനുമുള്ള പൊതുപാതയാണിത്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ആദിയോടെയും ഭീതിയോടെയും ജീവൻ പണയം വെച്ചുമെല്ലാം ഇപ്പോഴും ഈ വഴിയെ ആശ്രയിക്കുന്നത്. ഗർത്തങ്ങളുടെ ആഴവും വ്യാപ്തിയും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ കൂടിയതോടെ അടുത്തിടെയായി ഇതുവഴിയുള്ള സഞ്ചാരം ഒഴിവാക്കിയിരിക്കുകയാണ് ഓട്ടോറിക്ഷകൾ. സ്വകാര്യ ബസ്സുകളുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെ. എങ്കിലും സാധാരണ ജനങ്ങളുടെ ദുരിതമോർത്ത് പല ബസ്സുകളും ഇപ്പോഴും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ സ്പെയർ പാർട്സുകൾ മാറ്റേണ്ടി വരുന്നതിനാലും മറ്ററ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരുന്നതിനാലും ഇവരും സർവീസ് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിന് നിർബന്ധിതരാവുകയാണ്. ഈ റോഡിൽ ബസ് ഓടിച്ചിട്ട് എന്ത് കാര്യമില്ലെങ്കിൽ ഒരു മുതലാളില്ല. ഒരു ദിവസം ഓടിച്ചാൽ അന്ന് പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് ഗാരേജിൽ പണിയെടുക്കണം. മുതലാളി കഷ്ടത്തിലേ പായിക്കുന്ന വണ്ടി. എന്ത് പായിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ റോഡിൻ്റെ അവസ്ഥ കാണുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഇതാണ്. എങ്ങനെ പറഞ്ഞാൽ പണിയെടുക്കുന്ന വണ്ടി പായിക്കുന്ന ഗാരേജിൽ പോകുന്നത് ഇതേ പണിയായി. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആരും ഒരു ഇതാക്കളില്ല. ഈ റോഡിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം എന്തില്ല, ആർക്കില്ല. എത്ര കൊല്ലമാണ് ഈ റോഡ് ഇങ്ങനെയുള്ളത്. ഈ റോഡ് ഇങ്ങനെ ആയിട്ടുള്ളത് 40 വർഷത്തിന് മുകളിലേ. ഞങ്ങൾ ജനിക്കുന്ന മുമ്പ് ഈ റോഡ് ഇങ്ങനെയല്ല. ഇതിന് മുന്നത്തോട് പറയുന്നതാണ് എന്തെങ്കിലും ഈ റോഡ് ഇങ്ങനെ മീനത്തോടെ ഒരു നോക്കാനോ പിടിക്കാൻ ആരില്ല. ഒരു പഞ്ചായത്തിന് ആൾക്കാർ ഒന്നും വരില്ല, ആരില്ല. നമ്മൾ ഈ വണ്ടി വായിക്കുന്നു. വണ്ടി നിർത്താൻ കൊണ്ടില്ല. നിർത്തിയാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മൾ മുതലാളി വായിക്കുന്നു. വണ്ടി വായിച്ചിട്ട് മുതലാളിക്ക് ഒരു 10 രൂപയിൽ കിട്ടിയാൽ പ്രശ്നമില്ലായിരുന്നു. കുന്നിടിച്ചിൽ മാത്രമല്ല, ഇരുഭാഗങ്ങളിലുമായി വളർന്നു മൂടി കാഴ്ചകൾ മറക്കുന്ന കാടുകളും ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇത് വെട്ടിത്തെളിക്കണമെന്നുള്ള തങ്ങളുടെ ആവശ്യം പോലും ഉത്തരവാദപ്പെട്ടവർ മുഖവിലക്കെടുക്കുന്നില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ പ്രദേശത്തെയും ആളുകളുടെ പരാതി. നിത്യേന പോയി വരേണ്ടുന്ന വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമാണ് ഈ ഒരവസ്ഥ വലിയ പ്രയാസവും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നത്. 8 കിലോമീറ്റർ ദൂരമുണ്ട്. 100 കണക്കിന് കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന റോഡാണിത്. ആകെ 2 ബസ്സുകൾ സമയം
ആ സ്കൂൾ സമയത്ത് പോകാൻ എത്താൻ ബുദ്ധിമുട്ടാണ്. ബസ്സരിയില്ല, ബസ്സരി ഓടുന്നില്ല. അത്യാവശ്യമായി ആശുപത്രികളിൽ എത്തേണ്ടുന്ന സ്ഥിതിഗതികൾ വന്നുചേർന്നാലുള്ള കാര്യമോർത്താണ് ജനങ്ങൾ ഏറെ വേവലാതിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പായി തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ ഇവരെല്ലാം ആവശ്യപ്പെടുന്നത്. ഇനിയും അതുണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും ഈ റോഡിനെ ആശ്രയിച്ചു കഴിയുന്ന ജനത ഒന്നടങ്കം മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.